ഇവർക്ക് ബോറടിക്കാറുണ്ടോ? ഇനിയിപ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെങ്ങനെ അറിയാലല്ലേ? ഇവർക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ ഇവർക്ക് ബോറടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന 5 ലക്ഷണങ്ങൾ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, എന്ത് കിട്ടിയാലും ച്യൂ ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ചെടിയാവാം, ചിലപ്പോൾ കല്ലാവാം, ചിലപ്പോൾ തുണിയാവാം. അങ്ങനെ കണ്ണിൽ കാണുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഇങ്ങനെ ചവച്ചിരിക്കുന്നത് കാണാം. അത് ബോറടിയുടെ ഒരു ഭാഗമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ആവശ്യമില്ലാതെ കുറച്ചുകൊണ്ടിരിക്കാം. ഇവിടെ ലിയോ ലാവി അത് പതിവായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ലിയോ ലാവിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇവിടെ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെന്ന്. വന്ന് നോക്കുമ്പോഴാണ് ആരും ഉണ്ടാവില്ല, വെറുതെ കുറച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അത് ബോറടിയുടെ ഒരു ഭാഗമാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി ഇരുന്ന് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ കൂട്ടിൽ തന്നെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഫർണിച്ചർ കടിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ കാണുന്ന സാധനങ്ങളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു ലക്ഷണമാണ്. ഒരാൾ ബോറടിച്ചിട്ട് ഇതിലൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഇവർ ഫുൾ ടൈം ഉറക്കമായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഒട്ടും ഉറങ്ങില്ല. ഇത് രണ്ടും ബോറടിയുടെ ഭാഗമായിട്ട് ഇവർ കാണിക്കുന്ന ലക്ഷണമാണ്. ആൻഡ് ഫൈനലി, നമ്മൾ എവിടെ പോയാലും നമ്മുടെ പുറകെ വരും. ഇത്ര നാളും നിങ്ങൾ ചിന്തിച്ചത് ഇവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടായിട്ടാണ് പുറകെ വരുന്നതെന്നല്ലേ? പക്ഷെ അങ്ങനെയല്ല. ഇവർക്ക് ബോറടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവർക്ക് ബോറടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ലക്ഷണങ്ങൾ. അപ്പോൾ ഇത് ഒരു ഫണ്ണായിട്ട് ആരും കരുതരുത്. വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഓരോ പെറ്റ് പാരൻസും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവർക്ക് ബോറടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ബിഹേവിയറിൽ തന്നെ ചേഞ്ചസ് വരും. അതായത് ഒരു ബാഡ് ബിഹേവിയർ ഇവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവരെ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്തി ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവരുടെ ബോറടി മാറ്റാനായിട്ട് കുറച്ച് കൂടുതൽ സമയം ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ബോറടി മാറ്റാനായിട്ടുള്ള ടോയ്സോ കാര്യങ്ങളൊക്കെ ഇവർക്കൊന്ന് വാങ്ങിച്ചു കൊടുക്കുക. എപ്പോഴും ഇവരെ എൻഗേജ്ഡ് ആയിട്ട് നിർത്തിക്കഴിഞ്ഞാൽ അത് ഇവരുടെ മെൻ്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അത് കാരണം ഇവർക്ക് നല്ലതേ വരുള്ളൂ, മോശം വരില്ല. സോ ഇനി നിങ്ങൾ നിങ്ങളുടെ ഡോഗ്സിനെ ബോറടിപ്പിക്കാൻ പാടില്ല, അല്ലേ ലിയോ? എൻ്റെ വർത്താനം കേട്ടിട്ട് ലിയോന് ബോറടിച്ചു. അപ്പോൾ ബൈ.